എനിക്ക് ഭയങ്കര ഏകാന്തതയാണ് ഡോക്ടർ. ഒന്നും ചെയ്യാൻ തോന്നില്ല, ഒന്നിനോടൊരു താല്പര്യമില്ല. സോ ലക്ഷ്മി ഇപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ? അതെ ഡോക്ടർ. നല്ല ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ കൂടെ കുറച്ച് നല്ല ടൈം സ്പെൻഡ് ചെയ്യുക. അപ്പം മാറാവുന്ന പ്രശ്നമുള്ളൂ ഇത്. എനിക്കങ്ങനെ ആരുമില്ല ഡോക്ടർ. എനിക്ക് ആരെയും വിശ്വാസമില്ല. വിശ്വാസമില്ല. നോക്കൂ, ഞാനൊരു കാര്യം പറയാം. ലക്ഷ്മിയുടെ കയ്യിൽ ഇപ്പം ഞാനൊരു റോസാപ്പൂ തന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ലക്ഷ്മിയുടെ വലത് ഭാഗത്ത് ലക്ഷ്മിക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. ലക്ഷ്മിയുടെ ഇടത് ഭാഗത്ത് ലക്ഷ്മിയെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. ലക്ഷ്മി ഈ റോസാപ്പൂ ആർക്ക് കൊടുക്കും? ഞാൻ ആർക്കും കൊടുക്കില്ല ഡോക്ടർ. എനിക്ക് ആരെയും വിശ്വാസമില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ ലക്ഷ്മി. ഇത് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ കയ്യിലിരുന്ന് ചീഞ്ഞു പോകത്തില്ല റോസാപ്പൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡോക്ടറിന് തരാം. റോസാപ്പൂ എനിക്ക് തരും. യെസ്. സോ യു ട്രസ്റ്റ് മീ? യെസ്, ഐ ട്രസ്റ്റ് യു. എനിക്കിപ്പോൾ ഡോക്ടറെ മാത്രമേ വിശ്വാസമുള്ളൂ. ഓക്കെ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഞാൻ ഓക്കെയാണ്. സോ യു വാണ്ട് ടു സ്പെൻഡ് സം ടൈം വിത്ത് മീ? യെസ്. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പൊതുവെ 3 ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത് ഈ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെ പറ്റി. എവിടെ, എപ്പോൾ, എങ്ങനെ? അതിപ്പോ എങ്ങനെയാണെങ്കിലും ഡോക്ടർ തീരുമാനിച്ചാൽ മതി. എനിക്കിതിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഞാൻ പറയാം. ഫസ്റ്റ് ചോദ്യം, എവിടെ നമ്മൾ പോകും ടൈം സ്പെൻഡ് ചെയ്യാൻ? അങ്ങനെ ആലോചിക്കുമ്പോൾ കുറച്ച് കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ. എന്റെ ഗസ്റ്റ് ഹൗസിൽ പോയാലോ? ഓക്കെയാണ് ഡോക്ടർ. ഓക്കെയാണ്. രണ്ടാമത്തെ ചോദ്യം, എപ്പോൾ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകും എന്നുള്ളതാണ്. ഇന്ന് വൈകിട്ട് പോയാലോ? കുഴപ്പമില്ല ഡോക്ടർ. കുഴപ്പമില്ല, നമുക്ക് അധികം ലേറ്റ് ആക്കട്ടെ. ഇപ്പൊ തന്നെ പോവാം, സെഷൻ അവസാനിപ്പിച്ചിട്ട്. മൂന്നാമത്തെ ചോദ്യം, നമ്മൾ എങ്ങനെ പോകും എന്നുള്ളതാണ്. എന്താ കാരണം പോവാ? ഓക്കെ. ഓക്കെയാണ്. ഐ നോ ദാറ്റ്. ലക്ഷ്മിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. വെരി ഗുഡ്. സോ കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെ സ്ഥിതിക്ക് നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. വേഗം പോവാം, സമയമില്ല. നമ്മുടെ ക്ലിനിക്കിന്റെ ഒരു ഇന്റേണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ലക്ഷ്മി ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യണം. ഇവിടെ ആര് റെഫർ ചെയ്തിട്ടാ വന്നതെന്നൊന്ന് മെൻഷൻ ചെയ്താൽ മതി. ഇത് ഡോക്ടറിനെ ഫില്ല് ചെയ്തോളൂ, ഞാൻ പറഞ്ഞു തന്നാൽ മതിയല്ലോ. ഞാൻ ഫില്ല് ചെയ്താൽ മതിയോ? പറയൂ, ആര് റെഫർ ചെയ്തിട്ടാണ് വന്നത്? ഡോക്ടറിന്റെ വൈഫ്. ഡോക്ടറിന്റെ വൈഫാണ് റെഫർ ചെയ്തത്. എന്റെ വൈഫ്? യെസ്. ഡോക്ടറിന് ഇവിടെ കുറച്ചായിട്ട് വരുന്ന പേഷ്യൻസുമായിട്ടൊക്കെ ഒരു ചുറ്റിക്കളി ഉണ്ടോ എന്ന് ചേച്ചിക്ക് ചെറിയൊരു സംശയം. അതൊന്ന് തീർക്കാൻ വേണ്ടി വിട്ടതാ എന്നെ. ചേച്ചിനോട് പറയല്ലേ? ചേച്ചിയോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ചേച്ചി എല്ലാം കേട്ടോണ്ടിരിക്കുകയാണല്ലോ. എന്താ ഡോക്ടർ, ഡിപ്രഷൻ ആണോ? ഡിപ്രഷൻ അല്ല, ഹാർട്ട് അറ്റാക്കാ. ആംബുലൻസ് വിളിക്കണോ?